കഴിഞ്ഞ കുറേ ചർച്ചകളിൽ ഞാനും ബേസിലുമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ആളുകളൊന്നും ബേസിലിനോട് മറുപടി പറയരുത്. പക്ഷേ ഞാൻ ബേസിലിനോട് മറുപടി പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഞാനും ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഇല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണം. ഒരു കാര്യം, ഇപ്പോൾ ബേസിൽ പാറയക്കുടി സുഗതനെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ ഇലക്ഷന് വോട്ട് ചോദിച്ച് പോസ്റ്റർ അടിച്ച് ജനങ്ങളുടെ വീടാന്തരം പോയി അവർ ചൂണ്ടുവിരലിൽ മഷി തേച്ച് ഇലക്ഷനിലെ വോട്ടിംഗ് മെഷീനിൽ താമര ചിഹ്നത്തിൽ സുഗതൻ്റെ പേരുള്ള താമര ചിഹ്നത്തിനു നേരെ അവർ ബട്ടൺ അമർത്തിയത് കൊണ്ടാണ് സുഗതൻ ജയിച്ചത്. അല്ലാതെ സുഗതൻ ഓട് പൊളിച്ച് താഴെ വന്ന് ഇരുന്നതൊന്നുമല്ല. അപ്പം നിങ്ങൾ പറയുന്ന കൊടും ഭീകരനെ ജയിപ്പിക്കാൻ മാത്രമുള്ള മനസ്സുള്ള ആളുകളാണ് വാഴോട്ട് കോണത്തെ ജനങ്ങൾ എന്ന് നിങ്ങൾ ജനങ്ങളെ കൂടി ചേർത്ത് നിർത്തിയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ജനങ്ങളെ ഒന്നും ഒരു വിലയുമില്ല എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ശൈലി ഇതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഇനി അങ്ങനെ സുഗതൻ കാപ്പ കേസിൽ പ്രതിയായതുകൊണ്ട് സുഗതൻ കൊടും ക്രിമിനൽ ആണെങ്കിൽ, കാപ്പ കേസിൽ പ്രതിയായാൽ ഒരാൾ കൊടും ക്രിമിനലായി മാറുമെങ്കിൽ നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KSUവിൻ്റെ അയാൾ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. അപ്പോൾ അയാൾ കൊടും ക്രിമിനലാണോ? അതുപോലെ എറണാകുളത്ത് ഈ അടുത്ത ദിവസങ്ങളിലാണ് CPM ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് എറണാകുളത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. ആ യൂത്ത് കോൺഗ്രസ് നേതാവിന് കാപ്പ കേസിൽ പ്രതിയാക്കി കൊണ്ടുപോവുകയും അവസാനം ജില്ലാ കളക്ടർ അവർ നേരിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയതിന് ശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ള റിട്ടേൺ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിന് ശേഷം അയാളെ എന്തിന് കേസിൽ പ്രതിയാക്കി എന്ന് പോലീസിനോട് ജില്ലാ കളക്ടർ ചോദിച്ചതുകൊണ്ട് മാത്രം കാപ്പ കേസിൽ പ്രതിയാവാതെ പോയൊരു നേതാവ് നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഈ ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഭരിച്ച കേരളത്തിനകത്ത് ഏതൊക്കെ ആളുകൾ ഈ ഭരണത്തിനെതിരായി ശബ്ദമുയർത്തിയിട്ടുണ്ടോ, ഈ ഭരണ സംവിധാനത്തിൻ്റെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ, ഈ ഭരണ സംവിധാനത്തിലെ വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ ഉയർത്തി കാണിച്ചിട്ടുണ്ടോ, അവരെയൊക്കെ അടിച്ചമർത്താൻ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ജനാധിപത്യ ധ്വംസനത്തിൻ്റെ പേരാണ് കാപ്പ. ആ കാപ്പയിൽ അങ്ങനെ പ്രതികളായിട്ടുള്ള KSUവിലെ നിങ്ങളുടെ സഹപ്രവർത്തകന്മാർ, യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സഹപ്രവർത്തകന്മാർ അവരെല്ലാം കൊടും ക്രിമിനലുകളാണെങ്കിൽ നിങ്ങൾ സുഗതനെ കൊടും ക്രിമിനൽ എന്ന് വിളിച്ചോ? അവരെല്ലാം കൊടും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിൽ ബേസിലെ നിങ്ങൾ സുഗതനെ ക്രിമിനൽ എന്ന് വിളിച്ചോ? അപ്പം നിങ്ങൾക്ക് വരുമ്പോൾ ഒരു ന്യായം, ഞങ്ങളെ പെടുത്തുമ്പോൾ അവിടെ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തകന്മാരും ക്രിമിനലാണെന്ന് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പ്രവർത്തകന്മാർ ഇത്തരം വിഷയങ്ങളിൽ പെട്ടപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ വന്നിരുന്ന് ചാനൽ ഫ്ലോറുകളിൽ പറഞ്ഞത് അവരെ ആസൂത്രിതമായി പെടുത്തി. അങ്ങനെ ആസൂത്രിതമായി പെടുത്തുന്നത് പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ജനപ്രതിനിധിയെ പെടുത്താൻ വേണ്ടിയിട്ട് മൂന്നാമൂടി ഷാജി എന്ന് പറയുന്ന ഗുണ്ടയുടെ ഓശാരം വാങ്ങി ഇവിടുത്തെ മുൻ MLA ആയിട്ടുള്ള VK പ്രശാന്തിൻ്റെ ഔദാര്യത്തിൽ ഒരുത്തനെ കൊണ്ടുവന്ന് ഈ പറയുന്ന ചെങ്ങന്നൂരിൽ നിന്ന് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ഇരുത്തി 2 കേസുകളിൽ അദ്ദേഹത്തെ മനഃപൂർവ്വം പ്രതിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കാപ്പ ചുമത്തിയത്. ഇനി നിങ്ങൾ ആ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അല്ലാതെ ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്ന കോൺഗ്രസ്സുകാരുടെ സ്ഥിരം ശൈലിയുമായിട്ട് വന്ന ബേസിലെ ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും. ഇനി ബേസിൽ വലിയ ബഹളം, വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നല്ലോ. നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ശബരിനാഥൻ പറഞ്ഞല്ലോ, ശബരിനാഥൻ്റെ ഏതോ ഒരു കൊക്കോ കോഴിയോ എങ്ങാണ്ട് വീട്ടിൽ വളർത്തുന്നത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യില്ല, സുഗതൻ കൗൺസിലറായി തുടരില്ല എന്ന്. ആ കൊക്കും കോഴിയൊക്കെ ഇപ്പോഴും വീട്ടിൽ വളർത്തുന്നുണ്ടോ, ജീവനോടെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കും ബേസിലെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം കൗൺസിലിലെ കൗൺസിൽ പാർട്ടി നേതാവ്, ആ കൗൺസിൽ പാർട്ടി നേതാവിൻ്റെ ഭാര്യയെ തുറമുഖ വകുപ്പിൽ നിന്ന് മാറ്റിയപ്പോൾ കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് വിലപിക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ നേതൃത്വത്തിൽ CPMൻ്റെ വലിയ രീതിയിലുള്ള സൈബർ ഇടങ്ങളിലെല്ലാം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മഭക്തിയെ മാറ്റിയതുമായി, തുറമുഖ വകുപ്പിൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ കൂട്ടക്കരച്ചിലുകളാണ് നടക്കുന്നത്. KK രാഗേഷ് നിരന്തരം പ്രസ്താവന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് കിട്ടാത്ത സ്നേഹം ശബരിനാഥന് CPMൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണോ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് CPMന് പറ്റാത്ത നാവായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശബരിനാഥൻ പ്രവർത്തിക്കുന്നത്? അതോ ശബരിനാഥന് വേണ്ടിയിട്ടാണോ, CPMും ശബരിനാഥും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ സുഗതനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്ര വലിയ പോലീസിനെ ഇറക്കി നിർത്തി പണിയെടുത്തത് എന്ന് കോൺഗ്രസ് പറയണമെന്നേ മറുപടി. ഇനി എൻ്റെ ബഹുമാനപ്പെട്ട CPIയുടെ നേതാവ് ശ്രീ രാഖി രവികുമാർ, അദ്ദേഹം പറയുമ്പോൾ ജനാധിപത്യത്തിനെ വിജയിപ്പിച്ച മതേതര കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിച്ച ഒരു വലിയ കാര്യമായിട്ടാണ് SP ദീപക് ഒരു കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിധിയിൽ പറയുന്നത്.
ഞങ്ങൾ കോടതികളുടെ വിധി എന്തു തന്നെയാണെങ്കിലും അവരെ ചുംബന്മാർ എന്ന് വിളിക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് ഞങ്ങൾ അവർ പറയുന്ന വിധിയെ കോടതികൾക്ക് കൊടുക്കേണ്ട അതേ ബഹുമാനത്തോടു കൂടി ആ വിധികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നവരാണ്. പക്ഷേ ഒരു നാട്ടിൽ എങ്ങനെയാണ് രണ്ട് തരം ജനാധിപത്യം ഉണ്ടാവുന്നത്? ഒരു നാട്ടിൽ എങ്ങനെയാണ് രണ്ട് തരം മതേതരത്വം ഉണ്ടാകുന്നത്? നിങ്ങളുടെ SP ദീപക് 20 പേർക്കെതിരെ കൊടുത്ത കേസ് നിലനിന്ന അതേ കൗൺസിൽ ഹാളിനകത്ത് മറ്റൊരു ദൈവത്തിന്റെ പേരിലുള്ള സത്യപ്രതിജ്ഞ നടന്നില്ലേ? ആ സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിനെ കൂടി ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ടാണ് SP ദീപക് മുന്നോട്ട് വരാത്തത്? അവിടെ എന്താ SP ദീപകിന്റെ ഈ പറയുന്ന മതേതരത്വം മരിച്ചുപോയോ? അവിടെ എന്താ SP ദീപകിന്റെ ഉള്ളിലുള്ള ജനാധിപത്യ ബോധം അങ്ങ് അസ്തമിച്ചു പോയോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ളത് മതേതരത്വമല്ലെന്നേ, മതവെറിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളത് കപട മതേതരവാദമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളത് CPMന്റെ പൈതൃകം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. ആ ജനാധിപത്യ വിരുദ്ധതയെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഓരോ നിമിഷവും. ആ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നു കാട്ടുന്നതിൻ്റെ ഭയമാണ് നിങ്ങൾക്ക്. ഇനി എൻ്റെ പൊന്ന് ഭഗവാന്മാർ പോലും സഹിക്കില്ലെന്നേ. ഒരു കാലത്ത് ഭഗവാന്മാരിലൊന്നും വിശ്വാസമില്ലാതിരുന്നൊരു പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് കൗൺസിലിനകത്ത് വന്നിട്ട് ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല എന്നൊക്കെ SP ദീപകിനെ പോലെയുള്ള പാർലമെന്ററി പാർട്ടിയുടെ CPMന്റെ നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് CPMും LDFും തകർന്നെന്നേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇന്ന് പറയുന്നത് ഇന്ന് സമരം അവസാനിപ്പിച്ചു പോയത് ഒരു വിജയമാണ്, വല്ലാത്ത സമര വിജയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ സമര വിജയത്തിൻ്റെ കഥ കേട്ടാലുണ്ടല്ലോ, തിരുവനന്തപുരം മൃഗശാലയിലുള്ള ഈ പറയുന്ന തൊലിക്കട്ടിക്ക് പേര് കേട്ട കാണ്ടാമൃഗങ്ങൾ പോലും ഇവരുടെ ഈ സമര വിജയത്തിൻ്റെ ഈ കള്ളത്തരം തള്ളു കേട്ട് കഴിഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിച്ചു പോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇവനെ പുറത്താക്കിയിട്ട് ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞ് മുണ്ടും മടത്തി കെട്ടി രണ്ട് പഴയ വില്ലാളി വീരന്മാരെന്ന് സ്വയം നടിച്ചിരുന്ന രണ്ട് മുൻ MLA-മാരെ ജനങ്ങൾ തിരസ്കരിച്ച രണ്ടുപേരെ കൊണ്ടുവന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിൽ സമരപ്പന്തൽ കെട്ടി സുഗതനെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞ് വലിയ ബഹളം വച്ചിട്ട് അവസാനം കോടതി വിധി വന്ന് ചെകിട്ട തടിയേറ്റു എന്ന് കണ്ടപ്പോൾ നാണം കെട്ട് മുണ്ടും തലയിലിട്ടു ഇറങ്ങിപ്പോയ SP ദീപകിനും SP ദീപകിന്റെ പ്രസ്ഥാനവും ഇവിടെ വന്നിരുന്നിട്ട് ഇതിനെയൊക്കെ സമര വിജയമായിട്ട് തള്ളുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ കൃത്യമായി അപഗ്രഥിക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോകരുത്. ഇനി ഞാൻ ബഹുമാനപ്പെട്ട ഇവിടുത്തെ CPIയുടെ പാർലമെന്ററി പാർട്ടി ലീഡറോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, നമുക്ക് മറ്റു പല വിഷയങ്ങളിലും മാധ്യമങ്ങൾ പറയുന്ന എല്ലാം ശരിയാണെങ്കിൽ എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കാത്തത് മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകനല്ല ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ പല മാധ്യമ കഥകൾ മാത്രം വെച്ചുകൊണ്ട് ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാൻ നിൽക്കാത്തത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, തിരുവനന്തപുരത്ത് ചേച്ചി ഡെപ്യൂട്ടി മേയർ ആയിരുന്ന കാലത്ത്, അതായത് രാഖി രവികുമാർ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന കാലത്ത് വിമൻസ് കോളേജിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങി ആസാദ് ഗേറ്റ് വരെ 2 കോടി രൂപ ചെലവിൽ നിങ്ങളൊരു വനിതാ സൗഹൃദ ഇടനാഴി സൃഷ്ടിച്ചില്ലേ? ആ ഇടനാഴി ഇന്ന് എവിടെയാണ് ചേച്ചി? ആ ഇടനാഴി സൃഷ്ടിച്ച 2 കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പണമാണ്, ഞാനും നിങ്ങളും ഒക്കെ നികുതി കൊടുത്ത പണമാണ്. ആ പണം കൊണ്ട് 2 കോടി രൂപ ചെലവാക്കി നിങ്ങൾ സൃഷ്ടിച്ച സൗഹൃദ ഇടനാഴി ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ എന്താ ചേച്ചി അവിടെ കാണാതെ പോയത്? അതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ചേച്ചിക്കെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള മുറവിളികൾ ഉയരുന്നത്? ഇനി ചേച്ചി എം ബി അപ്പൻ റോഡിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അതിന് റെസിപ്റ്റ് പോലും കൊടുക്കാതെ അവിടെ റെസിഡൻസ് അസോസിയേഷന് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ കൗൺസിലറായിരുന്ന ശ്രീമതി രാഖി രവികുമാർ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന കാലത്തും അതിനുശേഷവും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ ഒരു സ്ഥലം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യം കാണിച്ചു കൊടുത്ത സ്ഥലം മാറ്റി ഒരു ചെറിയ കോഴിക്കൂട്ടിനകത്ത് ആ റെസിഡൻസ് അസോസിയേഷനെ ഒതുക്കിയിട്ട് ചേച്ചിയുടെ പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹിക്ക് ഈ പറയുന്ന ആ ഓഫീസ് വിട്ടുകൊടുത്തതിന് പിന്നിൽ അഴിമതിയാണോ സ്വജനപക്ഷപാതമാണോ അതോ അതിനും അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള നല്ല രാഷ്ട്രീയ പക്വതയുടെ ഭാഗമാണോ എന്നൊക്കെ ചേച്ചിക്ക് പറയേണ്ടി വരും. ഇനി ഞാൻ ചോദിക്കാൻ തുടങ്ങിയാൽ എണ്ണമറ്റ ചോദ്യങ്ങൾ എനിക്കുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാത്തത് ഇതെല്ലാം നിയമത്തിൻ്റെ വഴിയിലൂടെ നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള കെൽപ്പ് തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് ഭരണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിനുണ്ട് എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സുഗതനെ തൊടാൻ വേണ്ടിയിട്ട് വരുന്നത്, സുഗതന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, കാപ്പ ബോർഡ് ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാപ്പ ബോർഡാ? LDF സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാപ്പ ബോർഡ്. 2005 നിങ്ങൾ കാപ്പ കേസിൽ ഈ പറയുന്ന സുഗതനെ പെടുത്താൻ ശ്രമിച്ചു. അന്ന് കാപ്പ ബോർഡിന്റെ മുന്നിൽ സുഗതൻ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ഊരി വന്നു. അങ്ങനെ ഊരി വന്ന സുഗതനെ വീണ്ടും പെടുത്താൻ വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ ഈ പറയുന്ന സജി ചെറിയാന്റെ ഗുണ്ടയായിട്ട് നടന്ന ഒരു നാണം കെട്ടവനെ, സജി ചെറിയാന്റെ വീട്ടിലെ വാലാട്ടിപ്പട്ടിയായി നടന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ
ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ഇരുത്തി. ആ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ പ്രശാന്ത് പറയുന്നത് മാത്രം FIR-ൽ ഇടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് 3 കേസുകൾ നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ മേളിൽ നിങ്ങൾ എഴുതി ചേർത്തു. ഒന്ന് പായിപ്പാട് മഹിളാ മന്ദിരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അവിടെ ഈ പറയുന്ന മേയർ MLA പ്രശാന്തിനെ ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. MLA പ്രശാന്തിനെ ആക്രമിക്കുന്നതോ MLA പ്രശാന്ത് ആ ഉദ്ഘാടന വേദിയിലേക്ക് വരുമ്പോൾ അയാളെ ഒന്ന് തടയാൻ ഇറങ്ങി നിൽക്കുന്ന സുഗതന്റെ ഒരു ചിത്രം LDF-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പിൻവലിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല. കാരണം അന്ന് ആ വിഷയം നടക്കുമ്പോൾ കണ്ടോൺമെന്റ് AC-യുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. സുഗതൻ എന്ന് മാത്രമല്ല അവിടെ പ്രതിഷേധിക്കാൻ നിന്ന ഒരൊറ്റ ഒരാളെ നിങ്ങളുടെ ഈ MLA തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്റ്റേജിൽ 4-3-7 പേരിരുന്ന് ഈ മൂന്നാമൂട് ഷാജി എന്ന് പറയുന്ന റൗഡി അടക്കം കൊണ്ടുവന്ന് നിങ്ങൾ ഇരുത്തി നടത്തിയ അവിടുത്തെ മണ്ണടി മാഫിയയുടെ നേതാവായിട്ടുള്ള മൂന്നാമൂട് ഷാജി ഉൾപ്പെടെ നിങ്ങൾ ആ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ആ ഉദ്ഘാടന മാമാങ്കത്തിലേക്ക് ഒരു BJP പ്രവർത്തനം വന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ഈ വിപിനെ പോലെയുള്ള നിങ്ങളുടെ ഏറാൻ മൂളികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ കേസിൽ സുഗതനെ പ്രതിയാക്കി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വള്ളേക്കടവിൽ നടന്നിട്ടുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആങ്കർ സൂചിപ്പിച്ചു. ടാർസൻ എന്ന് പറയുന്ന അവിടുത്തെ പേര് കേട്ടൊരു ഗുണ്ട, ആ ഗുണ്ട അവിടുത്തെ 10-14 വയസ്സുള്ള കൊച്ചുകുട്ടികൾ നടത്തിയിട്ടുള്ള ഭക്തിഗാനമേള ആ അമ്പലത്തിൽ നടത്താൻ സമ്മതിക്കാതെ വന്നപ്പോൾ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ വിളിച്ചതിന്റെ പേരിലാണ് കൗൺസിലർ അവിടെ പോയത്. നിങ്ങൾ വാർഡ് കൗൺസിലറല്ലേ? നിങ്ങളുടെ വാർഡിൽ ഇതുപോലൊരു വിഷയം വന്ന ജനകീയ വിഷയം ഉണ്ടായാൽ നിങ്ങൾ പോവില്ലേ? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ സംഘർഷം ഉണ്ടായതിനു ശേഷമാണ് സുഗതൻ വരുന്നത് എന്ന് അവിടുത്തെ നാട്ടുകാരും ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ വിപിൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ CPM ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കേസിൽ പ്രതിയാക്കി. അങ്ങനെ നിങ്ങൾ എഴുതി ചേർത്ത കള്ളക്കേസുകളുടെ പ്രതിയായിട്ടാണ് കാപ്പ കേസിൽ ഇന്ന് സുഗതന ജയിൽ കിടക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം കൃത്യമായി CPM നേതൃത്വത്തോട് പറയാം. തിരുവനന്തപുരത്തിന്റെ CPM നേതൃത്വം ഇതല്ല ഇതിലപ്പുറം പണികളുമായി വന്നാലും, ഇതല്ല ഇതിലപ്പുറം കേസുകളുമായി വന്നാലും, ഇതല്ല ഇതിലപ്പുറം രാഷ്ട്രീയ ചങ്ങാത്തം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നാണംകെട്ട സംവിധാനത്തെ ചേർത്ത് പിടിച്ചു വന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഇലയെ അലക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്തത്തോട് നിങ്ങളുടെ പാർട്ടി ഭയക്കുന്നില്ല എന്ന് ഞാൻ LDF-ന്റെ പാർലമെന്ററി പാർട്ടിയെ കൃത്യമായി ഓർമ്മിപ്പിക്കുക.